മെയിനായിട്ട് നമ്മൾ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവന് ഇത്രയും നാളും ചാൻസും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയ 2-3 കളിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി മാത്രമാണ് മിസ്സായി പോയിട്ടുള്ളത്. എന്തായാലും ഈ കളി സെഞ്ചുറി അടിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്ന് സൂപ്പർ സൺഡേയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിലാണ്. ഇവിടെയുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ മണിക്കൂറിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ജയിക്കുന്നതിനാണ് പ്രതീക്ഷ ഉള്ളത്. കാരണം ഇതിപ്പം രണ്ടാമത്തെ ഫൈനലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. സോ രണ്ടാമത് വീണ്ടും ആ കപ്പ് തിരികെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് എല്ലാവർക്കും പ്രതീക്ഷ. നല്ല പ്രതീക്ഷയുണ്ട്. സഞ്ജുവിലാണെങ്കിലും കഴിഞ്ഞ 2 നന്നായിട്ട് സഞ്ജു നല്ല ഫോമിലായിരുന്നു. സോ ആ ഒരു ഫോം നിലനിർത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി ഇഷാൻ കിഷൻ ആണെങ്കിലും സൂര്യകുമാർ ആണെങ്കിലും എല്ലാവരും നല്ലൊരു ഫോമിലാണ്. പിന്നെ ബോളിംഗ് ടീമിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ കളി നല്ല രീതിയിൽ ഒരു കംബാക്ക് ഒരു കളി പിടിച്ചതാണ്. സോ ആ ഒരു മൊമെൻറ്റം ഈ ടീമിന് വീണ്ടും ഉണ്ടാകുന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഇല്ല, സ്റ്റാർട്ടിങ്ങിലൊന്ന് പതറിയെങ്കിലും ബെത്തല നന്നായിട്ട് അടിച്ചെങ്കിലും അവസാനം ഹാർദിക് പാണ്ഡ്യൻ്റെ ഓവർ, അർഷദീപിൻ്റെ ഓവർ, ബുംറേൻ്റെ ഓവറിലാണ് നമ്മൾ കളി പിടിച്ചത്. സോ ആ ഒരു പ്രതീക്ഷ തന്നെ നമുക്കിപ്പോഴും ഉണ്ട്. നമുക്ക് 100% വിശ്വസിക്കാവുന്ന ബോളേഴ്സാണ് അവർ. സോ ബോളിംഗ് ടീമിൽ എപ്പോഴും ഒരു വിശ്വാസമുണ്ട് നമുക്ക്. ആണ്, അതെ 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 അതെ. കാരണം അതെ അതെ കഴിഞ്ഞ 2 കളിയിൽ സഞ്ജുവിൻ്റെ പ്രകടനം അൺബിലീവബിൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഒരു കളി 97 ഒരു കളി 89 അടിക്കുക എന്ന് പറയുന്നത്, അത് ബാക്ക് ടു ബാക്ക് അടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു കളി സഞ്ജു ഫൈനലിലും കാണിക്കുന്നു വിചാരിക്കുന്നു. വെയിറ്റിംഗ് ആണ്. അതെ അതെ, തീർച്ചയായും ഇന്ത്യൻ ടീം ജയിക്കണം തന്നെയായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ട്രൂ ഇന്ത്യൻ ഫാൻസിൻ്റെ പ്രതീക്ഷയെല്ലാം വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡ് ടീമും ശക്തി തന്നെയാണ്. കാരണം അവർ സെമി ഫൈനലിൽ കാഴ്ചവെച്ച പ്രകടനം, എസ്പെഷ്യലി എലൻ്റെ കളി, പിന്നെ അതുപോലെ അവരുടെ ബൗളേഴ്സ് ഹെൻറി, ഇപ്പോൾ സാന്നർ ആണെങ്കിലും ക്രൂഷ്യൽ മാച്ചിൽ കളിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ സ്ട്രോങ് ടീം ഇവിടെ ഉണ്ട്. ഒന്നാമത് നമ്മുടെ മുത്തായിട്ടുള്ള സഞ്ജു അല്ലേ, സഞ്ജുവിൻ്റെ ഫുൾ ഫോം നമ്മൾ ഈ ഫൈനലിലും പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ സ്ട്രോങ് ആയിട്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇഷാൻ കിഷൻ തിരിച്ച് ഫുൾ ഫോമിലേക്ക് വരും. അഭിഷേക് ശർമ്മ ഫൈനലിൽ കളിക്കണമെന്ന പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാറ്റിംഗ് ലൈൻ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. പിന്നെ ബൗളിങ്ങിൽ ബുംറ ഫുള്ളി എക്സൈറ്റഡ്, ഫുള്ളി ചാർജ് ആയിട്ടാണ് വരുന്നത്. എന്തായാലും തീർച്ചയായും നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഫുൾ ടീമിൻ്റെ സപ്പോർട്ടും ഉണ്ടാകും. നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ന് ആർത്തിരമ്പും ശരിക്കും പറഞ്ഞാൽ. അതാണ് പ്രതീക്ഷ ഇന്നത്തെ. അതെ, ഇത്തവണ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മളും അല്ല, നമ്മുടെ എൻ്റയർ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെയും വിശ്വാസം അത് തന്നെയാണ്. തീർച്ചയായും തകർക്കും, നമ്മൾ തീർച്ചയായും തകർക്കും. ഇപ്പോൾ തീർച്ചയായും വെക്കും, ഉറപ്പാണ്. നമ്മുടെ ബാറ്റിംഗ് നേരെ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ അത് എന്താ പറയുക, എങ്ങനെ അടിക്കണം, എത്ര ലോങ്ങിൽ 6 അടിക്കണം എന്ന് വിചാരിച്ചിറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ ടീം അത്രയും സ്ട്രോങ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ബാറ്റിങ്ങിൽ കുഴപ്പമില്ല. ബോളിംഗ് കുറച്ച് ഒരു വീക്ക് പോയിന്റ് ആണ്. പക്ഷേ നമ്മുടെ ബുംറ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ കപ്പടിക്കുന്നു. ഇന്ത്യനെതിരെ മത്സരിച്ചപ്പോൾ ബോളിംഗ് ടീം ഒന്ന് ടെൻഷൻ ആക്കിയോ? ചെറുതായിട്ട് ലാസ്റ്റ് ആ സമയത്ത് ആ ബുംറേൻ്റെ ആ ഒരു ഓവറാണ് സത്യം പറഞ്ഞാൽ സഞ്ജു പറഞ്ഞ മാതിരി ശരിക്കും ആ മാൻ ഓഫ് ദ മാച്ച് കിട്ടേണ്ട ബുംറയ്ക്കാണ്. പക്ഷേ സഞ്ജുവിൻ്റെ ആ ബാറ്റിംഗ് ആണ് നമ്മളെ തിരിച്ച് ആ ഒരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഒരു സ്വകാര്യ അഹങ്കാരമാണ് സഞ്ജു സാംസൺ. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കളി. എന്താണ് നമ്മൾ അയ്യോ, സഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 100 നാവാണ്. അങ്ങനെ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ്. നമ്മൾ സഞ്ജു ബാറ്റ് പെട്ടെന്ന് ഔട്ടാവുന്ന സമയത്ത് നമുക്ക് അത്രയും ടെൻഷനാണ്. നല്ല സ്കോർ ചെയ്യുന്ന സമയത്ത് അത്രയും ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ മൂഡ് തന്നെ മാറും. ഒരു മലയാളിയുടെ ഒരു അഹങ്കാരം തന്നെയാണ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ കളിക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 2 കളി സഞ്ജു സാംസണാണ് സത്യം പറഞ്ഞാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ഈ ഫൈനലും കൂടെ സഞ്ജു സെയിം കളി കളിക്കുകയാണെങ്കിൽ കപ്പ് നമുക്കാണ്. അതെ അതെ, തീർച്ചയായും നമ്മളെന്തായാലും കപ്പടിക്കുമല്ലോ. മെയിനായിട്ട് നമ്മൾ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവന് ഇത്രയും നാളും ചാൻസും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയ 2-3 കളിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി മാത്രമാണ് മിസ്സായി പോയിട്ടുള്ളത്. എന്തായാലും ഈ കളി സെഞ്ചുറി അടിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചപ്പോൾ ബൗളിംഗ് ടീം ഒന്ന് പേടിപ്പിച്ചോ? ഏകദേശം വിറച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇക്കളി അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, നല്ലൊരു കളി പ്രതീക്ഷിക്കുക. ഏതായാലും ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കപ്പ് മിസ്സായതാണ്, അറിയാലോ. ഇത്തവണ അവിടെ നമ്മൾ പൊക്കാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡ് ആയതുകൊണ്ടാണ് ഒരു ഡൗട്ട്. സാധ്യതയുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ജയിച്ചിട്ടില്ല അല്ലേ? ജയിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ് ടെൻഷൻ ഉണ്ടോ? പിന്നെ ആ ഗ്രൗണ്ട് കൂടിയാണല്ലോ. എംപയർ ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പം നമുക്കൊന്നും പ്രതീക്ഷിക്കുക. നമ്മുടെ ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസന്റെ ഒരു കളി കൂടിയാണ്. മലയാളികൾക്ക് അതൊരു അഹങ്കാരം കൂടിയാണ്. എന്താണ് പറയാനുള്ളത്? നല്ല കളിയാണ്. എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ കളിക്കുന്നുണ്ട്. ഫോം ഔട്ട് ആയാലും പുറത്തിരിക്കേണ്ടി വരും.
അല്ല, സഞ്ജു എന്തായാലും നല്ല ഫോം തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഫൈനലിൽ എന്തായാലും സെഞ്ചുറി അടിക്കാൻ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഞ്ജു ഇതുവരെയുള്ള 2 കളിയിലും സഞ്ജു കളിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഈ കളി എന്തായാലും സഞ്ജു തന്നെ കളിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ നല്ലൊരു വിജയം തന്നെ സെമിയിൽ കണ്ട പോലെ തന്നെ അതിനെക്കാട്ടും ഒരു പടി മുകളിലേക്ക് ഇന്ത്യ എത്താനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കളിയിൽ 200-ന് മുകളിൽ തന്നെ ഇന്ത്യ റൺ എടുക്കണം തന്നെ ഞാൻ ആഗ്രഹം. സഞ്ജു സാംസൺ നമുക്ക് വേണ്ടിയിട്ട് 15 മുകളിൽ റൺ എന്തായാലും എടുക്കുന്നതാണ് നമ്മൾ വിശ്വാസം. ടെൻഷനുണ്ടോ? ടെൻഷൻ ഉണ്ട്, കാരണം ന്യൂസിലാൻഡാണ് എതിരുള്ളത്. എന്നാലും ഇന്ത്യ ജയിക്കും. ഒരു ജയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണ അതൊക്കെ മാറ്റിമറിക്കും. അതോടൊപ്പം ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കപ്പ് മിസ്സായിട്ടുണ്ട് ഒരു തവണ. ഇതെല്ലാം മാറി ഒരു ചരിത്രം കുറിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഈ അത്രയും നല്ല ഫോമിലാണ്, നല്ല ടീമാണ് ഇന്ത്യ ജയിക്കുന്നതിനാണ് വിശ്വാസം. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് സഞ്ജു സാംസൺ. എല്ലാവരും നോക്കുകയാണ് പുള്ളിയുടെ ഒരു കളി. എന്താണ് പറയാനുള്ളത്? സഞ്ജു സാംസൺ നമ്മളെ മുത്താണ്. സഞ്ജു സാംസൺ നമുക്ക് വേണ്ടി സെഞ്ചുറി അടിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. അത് മിക്കവാറും ഈ കളിയിൽ ഉണ്ടാവും. എന്താണ് നമ്മളെ വെയിറ്റിംഗ് ആണ് ഇന്നത്തെ കളി കാണാൻ വേണ്ടി. നമ്മുടെ ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയ്ക്ക് എന്താണ് പ്രതീക്ഷകൾ? സഞ്ജുവിൽ തന്നെയാണ് പ്രതീക്ഷ ഉണ്ട്. സഞ്ജു കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ 200+ സ്കോർ ചെയ്താലുള്ളൂ കാര്യമുള്ളൂ. 200+ ചെയ്തിട്ടും കാര്യമില്ല, ഒരു 230 കയറണം. കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനോട് കളിച്ചപ്പോഴേ ബൗളിംഗ് ടീം ഒന്ന് ടെൻഷൻ ആക്കിയോ? അതെ, നല്ല രീതിയിൽ ടെൻഷനാക്കി. ഇത്തവണ മാറും. ബാറ്റ്സ്മാൻമാർ ഫോം ആയാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മാച്ച് ഇന്ത്യ എന്തായാലും ജയിക്കും. സഞ്ജു എന്തായാലും നമ്മളൊരു പ്രതീക്ഷ പറഞ്ഞാൽ സഞ്ജു എന്തായാലും ഒരു 50 അടിക്കണമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. പിന്നെ ജസീർ ഉംറ ഒരു നല്ലൊരു ഓവർ ചെയ്യുമെന്നാണ് നമ്മളെ ഒരു പ്രതീക്ഷ. എന്തായാലും ഇന്ത്യ ഫൈനലിൽ നമ്മൾ കപ്പടിച്ചിട്ടുള്ളൂ പോവുക. കാത്തിരിക്കാറിഞ്ഞാൽ ന്യൂസിലാൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരമ്പരയിൽ തകർത്തതാണ്. അപ്പോൾ അതേമാതിരി സഞ്ജു 2 തവണ 50 അടിച്ചതാണ്. അപ്പം 3 ഹാട്രിക് എന്തായാലും ഉണ്ടാവും, 50 റൺസ് എന്തായാലും ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ഓപ്പണിങ് തകർക്കണം, എന്നാലേ നമുക്ക് കഴിച്ചിടാൻ പറ്റും. നല്ല ഓപ്പണിംഗ് ആണ്. അവർ സൗത്ത് ആഫ്രിക്കനെ 33 ബോളിൽ അലൻ 100 എടുത്തതാണ്. അപ്പം എന്തായാലും ഓരോ ഓപ്പണിംഗ് തകർത്താലേ എന്തെങ്കിലും കഴിച്ചിടാൻ കഴിയുള്ളൂ. ടെൻഷനുണ്ട്, കാരണം ടെസ്റ്റിൽ അവർ ജയിച്ചതാണ്, ഏതന്തിൽ ജയിച്ചതാണ്. 2020 അത് വരാതെ വെക്കാൻ വേണ്ടിയിട്ട് ടെൻഷനുണ്ട്. എല്ലാവരും സഞ്ജുവിന്റെ കളി നോക്കുകയാണ്. എങ്ങനെയാണ് സഞ്ജുവിൻ്റെ കളിയാണ് ഇപ്പോൾ സച്ചിൻ കഴിഞ്ഞതിന് ശേഷം സഞ്ജു ആണ് ഇപ്പോൾ കേരളത്തിലെല്ലാവരും നോക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഒരുവിധം എല്ലാ സ്ഥലത്തും മലയാളികൾക്ക് അഹങ്കാരമാണ് സഞ്ജു. അതാണ് സഞ്ജു കളിച്ചാൽ എന്തായാലും സഞ്ജുവിനെ ഇറക്കി കളിച്ച കളി അധികം ജയിച്ചിട്ടേ ഉള്ളൂ ഇന്ത്യ. അതാണ് ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷ. വലിയ പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആസ്വാദകരുള്ളത്. ഏതായാലും ചില ടെൻഷനുകളും ഇവർക്കുണ്ട്. ഇവരുടെ എല്ലാ ടെൻഷനും പ്രതീക്ഷകൾക്കും മറുപടി മണിക്കൂറുകൾക്കകം ഉണ്ടാകും. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പീലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.